നമസ്കാരം. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, ഇത് ചങ്ങനാശ്ശേരിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു നേതാവ്, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പ്രിയപ്പെട്ട സണ്ണി ചങ്ങങ്കേരി, ലാളിത്യത്തിന്റെ മുഖം എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. സണ്ണി ചങ്ങങ്കേരിക്ക് ഈ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സണ്ണി സാറ്, പിന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ് അല്ലേ ഇപ്പൊ ചങ്ങനാശ്ശേരി മത്സരിക്കുന്ന ജോ മൈക്കിൾ സാർ? അതോ ജയിക്കുമോ? ജയിക്കും. ജയിക്കുമെന്ന് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് നല്ല ഉറപ്പായിട്ട് പറയാനുള്ള കാര്യമാണ്. ജനകീയനായോണ്ട്. എങ്ങനെ അദ്ദേഹം ജനകീയനായത്? ജനങ്ങൾക്ക് ഒപ്പം നിന്നു. ഈ 5 വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ജനകീയൻ എന്ന് പറയുന്നത്. എന്തൊക്കെ 5 വർഷം അദ്ദേഹം ഈ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി ചെയ്തു? ചങ്ങനാശ്ശേരിക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം. ചോദിക്കുക എന്ത് കാര്യം? ഇത് ചാനലാണ്. ഈ ചാനലിന് വേണ്ടി ചോദിക്കുമ്പോൾ നിരവധിയായ കാര്യങ്ങൾ ചെയ്ത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സാറിന് എണ്ണി ഒരു കാര്യം പറയാൻ 100,000 കാര്യങ്ങൾ എണ്ണി പറയാം. ഞാൻ ചിലപ്പോ ഒരു ദിവസം 2 ദിവസം നിന്നാലും ഈ കാര്യങ്ങൾ തീരുകയില്ല. ഒരു 5 കാര്യം പറയാൻ പറ്റും. 5 കാര്യം. ചങ്ങനാശ്ശേരി കുടിവെള്ള പദ്ധതി, ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, ചങ്ങനാശ്ശേരി സ്റ്റേഡിയം, ചങ്ങനാശ്ശേരി ആശുപത്രി, താലൂക്ക് ആശുപത്രി, ചങ്ങനാശ്ശേരി നിരന്തരമായ റോഡുകൾ, അറിയാം റോഡുകൾ. അതുപോലെ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും വില്ലേജ് ഓഫീസുകളെ, സ്മാർട്ട് വില്ലേജ് ഓഫീസുകളെ, ചങ്ങനാശ്ശേരിയിലെ നിങ്ങൾ നോക്കണം, DYSP ഓഫീസ്, ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ, ചങ്ങനാശ്ശേരി സർക്കിൾ ഓഫീസ്, ചങ്ങനാശ്ശേരി സർക്കിൾ ഓഫീസ്, ഇതുപോലെ നിരവധി കാര്യങ്ങൾ മുഴുവൻ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാതൊരു മടിയില്ലാതെ. ഇപ്പം മാണി സാറിന് മരണശേഷം അദ്ദേഹത്തിന്റെ മുൻ പിന്നെ ജോസ് കെ മാണി സാർ വന്നു. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം മാറ്റിവെക്കാൻ അല്ലെങ്കിൽ മാറ്റപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ്. ഈ മാണി സാറിന്റെ മോൻ ജോസ് കെ മാണിയുടെ നേതൃത്വം ഈ കേരള കോൺഗ്രസിന് എന്തുമാത്രം ഗുണം ചെയ്യുന്നു? ശക്തമായ ഗുണം ചെയ്യും. ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കേരള കോൺഗ്രസ് എംപിന്റെ മാണി സാറിന്റെ, ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഞങ്ങൾ ആരാധിക്കുന്ന മാണിസാറിന്റെ മോനാണ് ജോസ് കെ മാണി. ജോസ് കെ മാണിയാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ. അതാണ് മുന്നോട്ട് പോകുന്നത്. ഈ ജോസ് കെ മാണി കലർപ്പില്ലാത്തൊരു നേതാവാണ്. അദ്ദേഹം പാനലിൽ മത്സരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കുകയാണ്. കേരളത്തിന്റെ പൊതുവിലുള്ള LDFന് ശരിയെന്ന് നിൽക്കുന്ന ഒരു ഗുണം പറയാൻ പറ്റുമോ? ശരിയെന്ന് നിൽക്കുന്ന പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ശരിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ്. നമ്മളെ ബഹുമാനപ്പെട്ട നമ്മുടെ പിതാവ്, നമ്മുടെ ചങ്ങനാശ്ശേരി തോമസ് തറയി പിതാവ് പറഞ്ഞതാ, LDFനൊപ്പം നിൽക്കുമെന്ന് ഇപ്പം പറഞ്ഞേക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഭിന്നശേഷിക്കാർക്കുള്ള ഇതും നിങ്ങൾക്കറിയാം, കന്യാസ്ത്രീകൾക്ക് ക്ഷേമ പെൻഷന്, അതുപോലെ തന്നെ റേഷൻ കാർഡിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. ഈ ചൂരൽമല മുണ്ടക്കൈ വയനാട് കേരളം മുഴുവൻ കണ്ണീരണിഞ്ഞ ഒരു സംഭവമാണ്. അവിടെ കോൺഗ്രസ്സുകാര് പിരിച്ചു, യൂത്ത് കോൺഗ്രസ്സുകാര് പിരിച്ചു. അതിനെപ്പറ്റി എന്താണ് സാർ? ഈ പത്രമാധ്യമങ്ങളിലും എല്ലാം ഞാൻ കണ്ടേക്കുന്നത്, അവരവരുടെ ഫണ്ട് മേടിച്ച് അവര് ഫുഡടിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞാൻ കേൾക്കുന്നത്. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഗവൺമെന്റ് എല്ലാവർക്കും വീടുകളെ കണ്ടല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവർക്കും ഭവനം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇനി പോരായ്മകളുണ്ടെങ്കിൽ അതുകൂടെ ചെയ്തു കൊടുക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മൂന്നാം പിന്നെ നിങ്ങൾ പറയുന്നത് എത്ര സീറ്റ് കിട്ടുമെന്നാ പറയുന്നത്? എന്റെ കണക്കനുസരിച്ച് 100 സീറ്റ് കിട്ടും. അപ്പൊ മൂന്നാം LDF ഗവൺമെന്റ് വരുമല്ലോ. അതിന് പിന്നെ മാണി സാറിന്റെ പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനം കാണുമല്ലോ. അപ്പം ഏതൊക്കെ മന്ത്രിസ്ഥാനമായിരിക്കും? അത് പാർട്ടി തീരുമാനിക്കുക, ഞാനല്ല. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് പാർട്ടിയാണ് നമുക്ക് ഏറ്റവും വലിയ. പാർട്ടിയെ തീരുമാനിക്കും ആരാ മന്ത്രി, ആരാ ഇന്നയാളെ തീരുമാനം എടുക്കുന്നത്. ജോസ് കെ മാണി സാറിന് ശേഷം സെക്കൻഡ് ഇൻ കമാൻഡ് ആരായിരിക്കും കേരള? അത് ഞാൻ പറയാല, പാർട്ടിയെ തീരുമാനിക്കുന്നത്. പാർട്ടിയെ മറിച്ച് വേറൊന്നുമില്ല. ജോ മൈക്കിൾ സാർ ചങ്ങനാശ്ശേരി ജയിച്ചാൽ LDF അധികാരത്തിൽ വന്ന മന്ത്രിയാകാനുള്ള വല്ലോ? അവർ പാർട്ടി തീരുമാനിക്കും. ജോ മൈക്കിൾ എന്ന് പറഞ്ഞ ജനകീയൻ എന്ന് പറഞ്ഞ സത്യസന്ധൻ, ഒരു നീതിമാൻ എന്ന് പറയാം. സത്യസന്ധമായിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളെ എല്ലാവരും ഈ ചങ്ങനാശ്ശേരിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരോട് നമ്മുടെ ചാനൽ പ്രതിനിധി ഷൈജു ഞാനും ഒക്കെ ചോദിച്ചപ്പം ഫീഡ്ബാക്ക് കിട്ടുന്നത്
ജോസ് മൈക്കിൾ ജയിക്കും, പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചാനൽ പ്രതിനിധികളിലേക്ക് നമ്മൾ ആരോപ്പം നിൽക്കാനും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ, നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ കേരള കോൺഗ്രസിന്റെ, ജോസ് മൈക്കിളും പിന്നെ കേരള കോൺഗ്രസ് എമ്മിനെ എത്ര പേര് ജയിപ്പിക്കാൻ സാധിക്കും? കേരള കോൺഗ്രസ് എമ്മിനെ പാർട്ടിയുടെ തീരുമാനം, പാർട്ടി ഓരോ സ്ഥലത്തല്ല. ഞാൻ പറഞ്ഞല്ല, നിർമ്മല ജിമ്മി ജയിക്കുമോ? ജയിക്കും. നമ്മുടെ പിന്നെ എൻ ജയരാജ് സാർ ജയിക്കും. പിന്നെ നമ്മുടെ പിന്നെ കോന്നി മത്സരിക്കുന്ന നമ്മുടെ പ്രമുഖമാരാണ്, ജയിക്കുമോ? റാന്നി ജയിക്കും. പിന്നെ ചങ്ങനാശ്ശേരി ജോസ് മൈക്കിൾ സാർ ഭയങ്കര പുരുഷത്തിൽ ജയിക്കും. പാലായിൽ ആര് ജയിക്കും? പാലായിൽ ജോസ് കെ മാണി ജയിക്കും. പാലായിൽ ജോസ് കെ മാണി സാറിന് ഇവിടെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി അല്ല, പൂഞ്ഞാർ സുഭാഷ് കുളത്തക്കനും ജയിക്കും. ഉറപ്പ് ഷുവർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പ്രിയപ്പെട്ട സണ്ണിച്ചാൻ, ഞങ്ങൾ സണ്ണിച്ചാൻ എന്ന് വിളിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ ഹൃദയം തൊട്ടറിയുന്ന ഒരു നേതാവാണ് സണ്ണിച്ചാൻ. അദ്ദേഹം ആരോടും ഇന്ന് വരെ ഇച്ഛപ്പോന്ന് പോലും പറയാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തിന് താങ്കൾക്ക് നല്ല എവിടെ ഏത് സ്ഥാനത്ത് നിന്നാലും താങ്കൾ നല്ല ഉയർച്ചയിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ചാനലിന് വേണ്ടി അല്പസമയം ഇവിടെ വന്ന് നമ്മളോട് ഇലക്ഷനെ പറ്റിയും അവരുടെ പിന്നെ കേരള കോൺഗ്രസ് എമ്മിനെ പറ്റിയും LDFന്റെ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറയാൻ കാണിച്ച മനസ്സിന് ഹൃദയത്തിന്റെ ഭാഷ നമ്മുടെ ചാനലിന് വേണ്ടി താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.